മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റിൽ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചില രചനകൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അതേപോലെ ഫലിതം നിറഞ്ഞ ഒരു നാടോടി കഥയാണ് ഇനിയും നമുക്ക് പഠിക്കാനുള്ളത്. ലുബ്ധന് ഇരട്ടി ചെലവുണ്ടാകും എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലുബ്ധൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. പണം ഒരാവശ്യത്തിനും ഉപയോഗിക്കാതെ പിശുക്കി കയ്യിൽ സൂക്ഷിക്കുന്നവന് അല്ലെങ്കിൽ പിശുക്കി ഉപയോഗിക്കുന്നവന് ഇരട്ടി ചെലവുണ്ടാവും എന്നാണ് ചൊല്ലിൻ്റെ ആശയം. ഈ ചൊല്ലിൻ്റെ ആശയത്തിന് സമാനമായ ആശയമുള്ള ഒരു അറബി കഥയാണ് നമുക്ക് പഠിക്കാനുള്ള കാസിമിൻ്റെ ചെരുപ്പ്. ഇതൊരു ഹാസ്യ കഥ കൂടിയാണ്. അതായത് നമ്മെ ചിരിപ്പിക്കുന്നു, ഒപ്പം ചിന്തിക്കാനും പ്രാപ്തരാക്കുന്നു. അങ്ങനെയുള്ളൊരു കഥയാണ് കാസിമിൻ്റെ ചെരുപ്പ്. കാസിം എന്ന കഥാപാത്രത്തിൻ്റെ സ്വാർത്ഥതയും പിശുക്കും അന്യരോട് സ്നേഹമോ പരിചയമോ കാണിക്കാത്ത മുരടൻ സ്വഭാവവും അയാളുടെ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നു. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ നഗരം പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇതൊരു നാടോടി കഥയാണ്. കാസിമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. കാസിമിനെ പോലെ തന്നെ അയാളുടെ ചെരുപ്പും ഒരു കഥാപാത്രമാണ്. ചെരുപ്പ് വഴി കാസിമിന് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളാണ് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത്. കഥ ഞാൻ വായിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. പഴയ കെയ്റോ നഗരം. അവിടെ അബു കാസിം എന്ന ഒരു മുറി വൈദ്യനുണ്ടായിരുന്നു. സർവ്വ സൗഭാഗ്യങ്ങളുമുണ്ടായിരുന്ന അയാൾ മഹാപിശുക്കനായിരുന്നു. കണ്ടാൽ ഒരു യാചകനേക്കാൾ കഷ്ടം. അയാളുടെ വർഷങ്ങൾ പഴക്കമുള്ള കോട്ട് 100 കണക്കിന് തുണിക്കഷണങ്ങൾ തുന്നിച്ചേർത്തുണ്ടാക്കിയതാണ്. നിറം കെട്ട് മുഷിഞ്ഞ തൊപ്പി, കുളിക്കാറില്ലാത്തതിനാൽ അഴുക്കടിഞ്ഞ ദേഹവും, അതിനേക്കാളൊക്കെ ദയനീയം ചെരുപ്പുകളാണ്. ആണികൾ തറച്ച് തുകലുകൾ വീണ്ടും വീണ്ടും തുന്നിപ്പിടിപ്പിച്ച് കുതിരത്തല പോലെയുള്ള ഒന്നായി തീർന്നിട്ടുണ്ട് അത്. ചെരുപ്പിൻ്റെ ഭാവവും രൂപവുമൊക്കെ ഏവരും ശ്രദ്ധിക്കുമായിരുന്നു. പഴയ കെയ്റോ നഗരത്തിൽ അബു കാസിം എന്ന് പറഞ്ഞൊരു മുറി വൈദ്യനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. മുറി വൈദ്യൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിക്കാതെ ചികിത്സ ചെയ്യുന്ന ആൾക്കാരാണ് മുറി വൈദ്യൻ എന്ന് പറയാം. മുറി വൈദ്യൻ ആളെ കൊല്ലും എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മുറി വൈദ്യം ആളെ കൊല്ലും എന്ന് പറഞ്ഞാൽ വൈദ്യം പഠിക്കാതെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചികിത്സ ചെയ്യുന്ന ആൾക്കാരാണ് മുറി വൈദ്യൻ എന്ന് പറയാം. അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള ചികിത്സ വിപരീത ഫലമാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മുറി വൈദ്യനായിരുന്നു ആര്? അബു കാസിം. സർവ്വ സൗഭാഗ്യങ്ങളുള്ള ആളായിരുന്നു, പക്ഷെ അയാൾ മഹാപിശുക്കനായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ യാചകനേക്കാൾ കഷ്ടമാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കോട്ടാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. 100 കണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്തുണ്ടാക്കിയതാണ് ഈ കോട്ട്. മാത്രമല്ല അത് വളരെയധികം പഴക്കമുള്ളതുമാണ്. അതുപോലെ നിറം കെട്ട് മുഷിഞ്ഞ തൊപ്പിയാണെങ്കിൽ എങ്ങനെയുള്ളതാണ്? വളരെ മുഷിഞ്ഞതാണ്. അതിൻ്റെ നിറമൊക്കെ ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹം കുളിക്കാറില്ലാത്തതിനാൽ, അതായത് സാധാരണ കുളിക്കാറില്ല, എപ്പോഴെങ്കിലുമേ കുളിക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്കടിഞ്ഞ ദേഹമാണ് ആരുടേത്? അബു കാസിമിൻ്റേത്. അതിനേക്കാളൊക്കെ ദയനീയം അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളാണ്. ഈ ചെരുപ്പുകൾ വിട്ടുപോയിടത്തൊക്കെ ആണികൾ തറച്ച് തുകലുകൾ വീണ്ടും വീണ്ടും തുന്നിപ്പിടിപ്പിച്ച് കാണുമ്പോഴൊരു കുതിരയുടെ തല പോലെയായി തീർന്നിട്ടുണ്ട് ആ ചെരുപ്പ്. ചെരുപ്പിൻ്റെ ഭാവവും രൂപവുമൊക്കെ ആളുകളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. കാലം പോകെ നാട്ടിലൊരു പ്രയോഗമുണ്ടായി. കാസിമിൻ്റെ ചെരുപ്പ് പോലെ. അസുഖം വന്നാൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നീ കാസിമിൻ്റെ ചെരുപ്പ് തിന്നിരുന്നോ? അങ്ങനെ കാസിമും ചെരുപ്പും നാട്ടിലെങ്ങും ചർച്ചയായി. ആയിടെ ഒരു ദിവസം അയാൾക്ക് പതിവിലേറെ ധനം കയ്യിൽ വന്നു. ഇത്തരം നിമിഷങ്ങളിൽ ആൾക്കാർ എന്താണ് ചെയ്യുക? മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യും, മറ്റുള്ളവരെ വിരുന്നിന് ക്ഷണിക്കും, ചിലപ്പോൾ പുതുവസ്ത്രങ്ങൾ വാങ്ങും. കാസിം ഇതൊന്നും ചെയ്തില്ല. സ്നാനഗൃഹത്തിൽ പോയി ഒന്ന് കുളിച്ചു കളയാമെന്ന് അയാൾ തീരുമാനിച്ചു. കടപൂട്ടി
തേഞ്ഞു പോകുമെന്ന് കരുതി ചെരുപ്പ് കക്ഷത്തിൽ വെച്ച് മൂപ്പർ പുറപ്പെട്ടു. കാലം കുറെ കഴിഞ്ഞപ്പോൾ നാട്ടിലൊരു പ്രയോഗം തന്നെ ഉണ്ടായി. കാസിമിൻ്റെ ചെരുപ്പ് പോലെ. എന്തെങ്കിലും മോശമായ വസ്തു കണ്ടാൽ കാസിമിൻ്റെ ചെരുപ്പ് പോലെ എന്നാണ് ആളുകൾ പറയാം. മാത്രമല്ല, അസുഖം വന്നാൽ ആൾക്കാർ ചോദിക്കും, നീ കാസിമിൻ്റെ ചെരുപ്പ് തിന്നിരുന്നോ? അങ്ങനെ കാസിമും ചെരുപ്പും നാട്ടിലൊക്കെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ആയിടെ ഒരു ദിവസം സാധാരണ ഇതിലും കൂടുതൽ ധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു. ആരുടെ കയ്യിൽ? കാസിമിൻ്റെ കയ്യിൽ. സാധാരണ അങ്ങനെ കാശൊക്കെ വന്നാൽ കയ്യിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? മറ്റുള്ളവർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യും. ആളുകൾക്കൊക്കെ മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വിരുന്നിന് ക്ഷണിക്കും, അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങും. എന്നാൽ കാസിം അതൊന്നും ചെയ്തില്ല. വല്ലപ്പോഴുമേ കുളിക്കൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അദ്ദേഹം സ്നാനഗൃഹത്തിൽ, സ്നാനം എന്ന് പറഞ്ഞാൽ കുളി എന്നാണ് അർത്ഥം കേട്ടോ. സ്നാനഗൃഹത്തിൽ പോയിട്ട് ഒന്ന് കുളിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കടയൊക്കെ പൂട്ടി അദ്ദേഹം കുളിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചെരുപ്പുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു, തുകലുകളൊക്കെ വീണ്ടും വീണ്ടും തുന്നിപ്പിടിപ്പിച്ച ആണികളൊക്കെ തറച്ച ചെരുപ്പാണെന്ന് പറഞ്ഞു. ആ ചെരുപ്പ് തേഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് ആള് ചെരുപ്പില്ലാതെയാണ് നടന്നു പോയത്. ആ ചെരുപ്പ് എന്തു ചെയ്തു? ചെരുപ്പ് കക്ഷത്തിൽ എടുത്തു വെച്ചു അല്ലേ? കക്ഷത്തിൽ ചെരുപ്പ് വെച്ചിട്ടാണ് പോയത്. കാലിലിട്ടാൽ അത് തേഞ്ഞു പോകുമെന്ന് കരുതി. അപ്പം അത്രയ്ക്ക് പിശുക്കനാണ് ആര്? കാസിമ. ചെരുപ്പുകൾ പുറത്തു വച്ച് അയാൾ സ്നാനഗൃഹത്തിനകത്ത് കയറി. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കൊക്കെ കഴുകിക്കളയാൻ ഏറെ നേരമെടുത്തു. പുറത്തു വന്നപ്പോൾ കണ്ടത് എന്താണ്? തൻ്റെ പഴഞ്ചൻ ചെരുപ്പിൻ്റെ സ്ഥാനത്ത് പുതിയതും മുന്തിയതുമായ തുകൽ ചെരുപ്പുകൾ. അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല. ദൈവം തന്നതു തന്നെ. സന്തോഷം അടക്കാനാവുന്നില്ല. മുന്തിയ ചെരുപ്പും ധരിച്ച് മൂളിപ്പാട്ടും പാടി അയാൾ വീട്ടിലേക്ക് നടന്നു. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നോ? വൃത്തികെട്ട ആ ചെരുപ്പുകൾ വാതിലിന് പിന്നിലേക്ക് മാറ്റിവെച്ചത് അവിടുത്തെ ഭൃത്യനാണ്. സ്നാനഗൃഹത്തിൽ വന്ന ന്യായാധിപൻ്റെ കണ്ണിൽ അത് പെടേണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. ആ ഭൃത്യൻ ജോലി സമയം കഴിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. ന്യായാധിപൻ സ്വന്തം ചെരുപ്പ് തിരഞ്ഞു, കാണാനില്ല. മറ്റു ഭൃത്യന്മാർ അവിടെയാകെ നോക്കി. കാസിമിൻ്റെ ചെരുപ്പുകളാണ് അവിടെ കണ്ടെത്താനായത്. സംശയമൊന്നുമില്ല, കാസിമായിരിക്കും മോഷ്ടിച്ചത്. കാസിമിനെ ഉടൻ തന്നെ പിടികൂടി ജയിലിലിട്ടു. ഭാരിച്ച തുക പിഴയടച്ചിട്ടാണ് അയാൾക്ക് പുറത്തിറങ്ങാനായത്. കാസിം ചെരുപ്പ് കക്ഷത്തിൽ വെച്ചാണ് പോയതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെ ചെരുപ്പുകൾ പുറത്ത് വെച്ചിട്ട് അദ്ദേഹം സ്നാനഗൃഹത്തിനകത്തേക്ക് കയറി. അദ്ദേഹം ഒരുപാട് ദിവസമായിട്ട് കുളിക്കാത്തത് കൊണ്ട് തന്നെ ശരീരത്തിൽ അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ കഴുകിക്കളയാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. പുറത്തു വന്നപ്പോഴെന്താണ് അദ്ദേഹം കണ്ടത്? തൻ്റെ പഴഞ്ചൻ ചെരുപ്പ് കാണാനില്ല. അതിനു പകരം പുതിയതും വളരെ നല്ലതുമായ മുന്തിയതുമായ തുകൽ ചെരുപ്പുകളാണ് കാണാനുള്ളത്. അപ്പം അദ്ദേഹം വേറെ ഒന്നും ആലോചിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് എന്താണ് പോയത്? ഇതാര് കൊണ്ടുവന്ന് വെച്ചതാണ്? ദൈവം അല്ലേ? ദൈവം തനിക്ക് തന്നത് തന്നെയാണ് ഈ ചെരുപ്പുകൾ. സന്തോഷം അടക്കാനാവാതെ ആ മുന്തിയ ചെരുപ്പും ധരിച്ച് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് കാസിം വീട്ടിലേക്ക് നടന്നു. എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? വൃത്തികെട്ട ചെരുപ്പാണത് അല്ലേ? കാസിമിൻ്റെ ചെരുപ്പുകൾ. അത് വാതിലിന് പിന്നിലേക്ക് മാറ്റി വെച്ചതാണ്. ആരാണ് മാറ്റി വെച്ചത്? അവിടുത്തെ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ. സ്നാനഗൃഹത്തിൽ വന്ന ന്യായാധിപൻ്റെ കണ്ണിൽ അത് പെടണ്ട എന്ന് കരുതിയിട്ട് അല്ലേ? ഈ മോശം ചെരുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടണ്ട എന്ന് കരുതിയിട്ട് ഭൃത്യൻ എന്ത് ചെയ്തതാണ്? ആ ചെരുപ്പുകൾ വാതിലിൻ്റെ പിന്നിലേക്ക് മാറ്റി വെച്ചതാണ്. ഭൃത്യനാണെങ്കിൽ ജോലി സമയം കഴിഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ന്യായാധിപൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് തിരഞ്ഞു നോക്കിയപ്പോൾ കാണാനില്ല. മറ്റു ഭൃത്യന്മാരൊക്കെ മറ്റു വേലക്കാരൊക്കെ അവിടെ ആകെ നോക്കി. പക്ഷെ അവിടെ ന്യായാധിപൻ്റെ ചെരുപ്പ് കണ്ടില്ല. പകരം ഏത് ചെരുപ്പുകളാണ് അവിടെ ഉള്ളത്? കാസിമിൻ്റെ ആ വൃത്തികെട്ട ചെരുപ്പാണ് അവിടെ ഉള്ളത്. ഭൃത്യന്മാർ ഉറപ്പിച്ചു, ചെരുപ്പ് ആര് മോഷ്ടിച്ചതായിരിക്കണം? കാസിം മോഷ്ടിച്ചതായിരിക്കണം. അങ്ങനെ കാസിമിനെ ഉടൻ തന്നെ പിടികൂടി. അപ്പോൾ കാസിമിൻ്റെ കാലിൽ ആരുടെ ചെരുപ്പായിരിക്കും ഉണ്ടാവുക?
ന്യായാധിപൻ്റെ ചെരുപ്പുകൾ അല്ലേ, തനിക്ക് ദൈവം തന്നതാണെന്ന് കരുതിയിട്ട് കാസിം ഇട്ട് നടക്കുന്ന ആരുടെ ചെരുപ്പുകളാണ്? ന്യായാധിപൻ്റെ ചെരുപ്പുകളാണ്. കാസിമിനെ പിടികൂടി ജയിലിലിട്ടു. വലിയൊരു തുക പിഴ അടച്ചിട്ടാണ് പിന്നീട് അയാൾക്ക് പുറത്തിറങ്ങാനായത്. ചെരുപ്പ് കാരണം കാസിമിന് വലിയൊരു തുകയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ. ഇനിയും ഒരുപാട് നഷ്ടങ്ങൾ ചെരുപ്പ് കാരണം കാസിമിന് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.